ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പനീർ കൊണ്ടൊരു കറിയാണ്. അതിനായിട്ട് ഞാൻ വീട്ടിൽ തന്നെ തയ്യാർ ചെയ്ത പനീരാണിത്. പനീരെല്ലാം ഞാനിപ്പോൾ ബോൾസായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ട് ബോൾസൊക്കെ ഒന്ന് വറുത്തെടുക്കണം. തിരിച്ചും മറിച്ചുമിട്ട് നമുക്ക് എല്ലാ ബോൾസും ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കണം. ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് പനീർ തയ്യാറാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ബോൾസ് കറിയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഈ ഷേപ്പിൽ എടുത്തിട്ടുള്ളത്. വറുത്ത ബോൾസ് എല്ലാം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പിനായിട്ട് 1/2 സ്പൂൺ വീതം മല്ലി, ജീരകം, പെരുംജീരകം, കുരുമുളക്, 1 കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി 4, കുറച്ച് കറിവേപ്പില, സവാള 1 അരിഞ്ഞത്, കുറച്ച് തേങ്ങാ കഷ്ണങ്ങൾ, തക്കാളി 2 അരിഞ്ഞത്, കാഷ്യൂനട്ട് ഒരു 3 സ്പൂൺ കണക്കാക്കി എടുത്തിട്ടുണ്ട്. ഇവയെല്ലാം നമുക്ക് പനീർ വറുത്തെടുത്ത അതേ എണ്ണയിൽ തന്നെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുക. മറ്റൊരു പാനിൽ നമുക്ക് എണ്ണ ഒഴിച്ച് ഒരു വലിയ സവാള കൊത്തി എരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയുടെ നിറം മാറി വരുമ്പോൾ നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അരപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ വീതം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വേവിക്കണം. 3 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അരപ്പെല്ലാം ഇപ്പം നല്ല തിളച്ച് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പനീർ ബോൾസൊക്കെ ഇട്ട് കൊടുക്കാം. തീ കുറച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം ബോൾസും കറിയിലോട്ട് നന്നായിട്ട് ഇളക്കിയൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ചപ്പാത്തിയോടും അപ്പത്തിനോടൊപ്പം ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക.